നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിലെ വിമാനത്താവളങ്ങളിൽ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷ തന്നെ സംസാരിക്കാം. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ എത്തുന്നവർക്ക് ഇനി തങ്ങളുടെ സ്വന്തം ഭാഷ തന്നെ ധൈര്യമായി സംസാരിക്കാമെന്ന മുൻകരുതലാണ് ഇപ്പോൾ ദുബായ് നമുക്ക് നൽകുന്നത്. കൃത്യമായ മറുപടി അതേ ഭാഷയിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. യാത്രക്കാരുമായി ഫലപ്രദമായും കൃത്യമായും ആശയവിനിമയം നടത്താൻ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് തങ്ങളുടെ ജീവനക്കാരുടെ ഭാഷ പഠനത്തിനു വേണ്ടി ലാംഗ്വേജസ് ഓഫ് ദുബായ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ജോലി ചെയ്യുന്ന ഫ്രണ്ട് ലൈൻ ജീവനക്കാർക്ക് സന്ദർശകരുടെ ഭാഷയിൽ തന്നെ മറുപടി നൽകാവുന്നതുമാണ്. വ്യത്യസ്ത സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പോലുള്ള പ്രധാന ഭാഷകളിൽ ജീവനക്കാർക്ക് കൂടുതൽ പരിശീലിപ്പിക്കാനും അവരുടെ ഭാഷാ പരിജ്ഞാനം കൂടുതൽ വികസിപ്പിക്കാനും വേണ്ടി ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് GDRFA ദുബായ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ മുഹമ്മദ് അഹ്മദ് അൽമറി പറയുകയുണ്ടായി. അങ്ങനെ ആദ്യഘട്ടത്തിൽ 5 ഭാഷകൾ രാജ്യാന്തര യാത്രക്കാരുടെയും മറ്റും എണ്ണത്തിൽ ലോകത്തെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിലും ഒന്നാണ് ദുബായ് രാജ്യാന്തര വിമാനത്താവളം. യാത്രക്കാരോട് സാധാരണ നടത്തേണ്ടുന്ന സംഭാഷണങ്ങൾക്കായിരിക്കും പദ്ധതി ശ്രദ്ധ ചെലുത്തുക എന്നത്. ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ, സ്പാനിഷ്, ഇംഗ്ലീഷ് എന്നീ 5 ഭാഷകളാണ് ജീവനക്കാർ ആദ്യഘട്ടത്തിൽ പഠിക്കുന്നത് തന്നെ. പ്രത്യേക സ്മാർട്ട് പ്ലാറ്റ്ഫോമിലൂടെയാണ് പഠനം നടത്തി വരുന്നത്. ഇതിലൂടെ 1 വർഷം മുഴുവൻ ജീവനക്കാർക്ക് സ്വന്തം പരിശീലനത്തിന് അവസരമൊരുക്കുന്നുണ്ട്. ഏത് സമയത്തും ഏത് സ്ഥലത്തു നിന്നും സ്വയം പഠിക്കാനുള്ള അവസരങ്ങൾ ഈ പദ്ധതിയിലൂടെ ഒരുക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ ഫ്രണ്ട് ലൈൻ ജീവനക്കാരുടെ ഭാഷാ പഠനത്തിനുള്ള UAE ആദ്യത്തെ സ്മാർട്ട് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ലാംഗ്വേജസ് ഓഫ് ദുബായ് എന്നത്. അതോടൊപ്പം തന്നെ വകുപ്പിന്റെ പഠന പരിശീലന കേന്ദ്രത്തിലുള്ള സാധാരണ ഭാഷാ പഠന സമിതിക്ക് പുറമെയാണ് ഇത്തരത്തിലുള്ള സ്മാർട്ട് പഠന രീതി നടപ്പിലാക്കുന്നതെന്ന് GDRFA ദുബായ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഫിനാൻസ് അസോസിയേറ്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ അവാദ് അൽ അവൈൻ പറയുകയുണ്ടായി. വിവിധ ഭാഷകൾ പഠിക്കാനും അതുവഴി യാത്രക്കാരുടെ ആവശ്യങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാനും ഈ സംവിധാനത്തിലൂടെ സാധ്യമാകുമെന്ന് അധികൃതർ പറയുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് GDRFA ദുബായ് പ്രവർത്തിക്കുന്നതെന്ന് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹ്മദ് അൽമറി പറയുകയുണ്ടായി. മാനുഷിക വികസന സൂചികയിൽ UAE ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നായിരിക്കും. ഏറ്റവും സന്തോഷ രാജ്യമാകാൻ ലക്ഷ്യമിടുന്ന ദേശീയ അജണ്ടയുടെ ഭാഗമായാണ് ലാംഗ്വേജസ് ഓഫ് ദുബായ് പ്രോഗ്രാം നടത്തി വരുന്നത്. GDRFA ദുബായ് ജനറൽ ഡയറക്ടർ മേജർ ജനറൽ അഹ്മദ് അൽമറി, GDRFA ദുബായ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഫിനാൻസ് അസോസിയേറ്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ അവാദ് അൽ അവൈം എന്നിവർ പറയുകയുണ്ടായി. വകുപ്പ് വിവിധ ദേശങ്ങളിലെ ആളുകളുമായി ഇടപഴകുന്നതിന് വേണ്ടി ജീവനക്കാരുടെ കഴിവുകൾ, അറിവ്, ഭാഷ എന്നിവ നവീകരിക്കുന്നതിൽ ഏറെ ശ്രദ്ധാലുവാണ്. ലോക സംസ്കാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ മറ്റു ഭാഷകൾ പഠിക്കുന്നത് ഏറെ പ്രധാനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എക്സ്പോ 2020 തയ്യാറെടുപ്പുകളുമായി ഈ പദ്ധതി ബന്ധപ്പെടുത്തുന്നതായിരിക്കും. വിമാനത്താവളങ്ങളിലെയും തുറമുഖങ്ങളിലെയും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് ലക്ഷക്കണക്കിന് ബഹുരാഷ്ട്ര ബഹുഭാഷാ സന്ദർശകരെ ഈ കാലയളവിൽ കൈകാര്യം ചെയ്യാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കൃത്യവും വ്യക്തവുമായ സംഭാഷണം സൗഹൃദങ്ങളിലൂടെ പുതുക്കാനാണ് ദുബായ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.